വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇതുവരെ നൽകിയില്ല. തുക എന്തിനൊക്കെ ചെലവഴിച്ചെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് നൽകാത്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ മാത്രമാണ് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുക. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി ആർ രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത. പണം തരുന്നില്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് ആവർത്തിക്കുന്ന കേരള സർക്കാർ കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല. ഏറ്റവും ഗുരുതരമായ പിഴവല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് 145 കോടി രൂപ അനുവദിച്ചത്. ഇതിനുശേഷമാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 215 കോടിയും തൊട്ടു പിന്നാലെ മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് 153 കോടിയും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനുശേഷം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 550 കോടി രൂപ ആദ്യഘട്ടമായി കൈമാറുകയും ചെയ്തു. വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിരുന്നു ഈ തുക കൈമാറിയത്. മാത്രമല്ല, ഈ വയനാട്ടിൽ കൂടുതൽ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് പണം ഉപയോഗിക്കാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ദുരന്തമുണ്ടായ മേപ്പാടിയിൽ ഉൾപ്പെടെ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള അനുമതിയായിരുന്നു നൽകിയത്. ഈ രീതിയിൽ 3 ഫയർ സ്റ്റേഷനുകളാണ് വയനാട് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തത്. നേരത്തെ ഈ ഫയർ സ്റ്റേഷനുകളുടെ അപര്യാപ്തത ഈ വയനാട് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഈ മേപ്പാടിയിലേക്കും ചൂരൽമലയിലേക്കും ഒന്നും എത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വീണ്ടും പണം അനുവദിച്ചത്. 550 കോടിയോളം രൂപ അനുവദിച്ചിരുന്നു. ഈ പണം ദുരന്ത നിവാരണ അതോറിറ്റി കൈമാറിക്കൊണ്ട് സംസ്ഥാനം ഉത്തരവും പുറത്തിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങളിലൊക്കെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം കേന്ദ്രം നൽകിയ തുകയുടെ കൃത്യമായ കണക്കുകൾ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കൈമാറുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടം അനുസരിച്ചുകൊണ്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ല ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കൃത്യമായി കേന്ദ്ര സർക്കാരിന് നൽകണം. ഓരോ തുകയും എങ്ങനെയാണ് ചിലവഴിച്ചത്, എന്തിനൊക്കെയാണ് സംസ്ഥാനത്ത് പണം ചിലവഴിച്ചിരിക്കുന്നത്, മാത്രമല്ല ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്കായി നൽകിയ പണം ആ രീതിയിൽ തന്നെയാണോ ചെലവഴിച്ചത് എന്നതിൻ്റെ കണക്കുകളാണ് കൃത്യമായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കൈമാറേണ്ടത്. ഇതിലാണ് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്. ഈ കണക്കുകളൊന്നും കൃത്യമായി സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് 2024 ഈ വയനാട് ദുരന്തത്തിനും അതുപോലെ തന്നെ മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൻ്റെ കൃത്യമായ സർട്ടിഫിക്കറ്റ്, ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കണക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ തുക നൽകാൻ കഴിയൂ എന്നും നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പണം ലഭിക്കുന്നില്ല, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ പണം നൽകുന്നില്ല, വയനാട് ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്നു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനങ്ങളിൽ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാറുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക ഏത് രീതിയിൽ ചെലവഴിച്ചു, അല്ലെ എത്ര തുക ലഭിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കണക്കുകളും ഈ വാർത്താ സമ്മേളനങ്ങളിലൊന്നും മുഖ്യമന്ത്രി പറയാറില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ 550 കോടി രൂപ നൽകിയതിൻ്റെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കിയത്. അത് കേന്ദ്രം പലിശരഹിത വായ്പയായി നൽകുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ നൽകിയ പണം പോലും കൃത്യമായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കൈമാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തന്നെയാണ് ഈ തുക ഉപയോഗിച്ച് വരുന്നത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ പോലും കേന്ദ്ര സർക്കാരിന് കൈമാറുന്നില്ല. ഈ കണക്കുകൾ കൈമാറാത്തതാണ് നിലവിലെ സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം. നേരത്തെയും വിവിധ പദ്ധതികൾ ഈ രീതിയിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ കൊടുത്ത പണം വിനിയോഗിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാകാം. അതായത് ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാത്തതിന് പിന്നിൽ കാരണങ്ങൾ പലതാവാം, അല്ലേ? തീർച്ചയായും ഈ തുക വകമാറ്റി ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയാണ് പൂർണ്ണമായും നിലനിൽക്കുന്നത്. നേരത്തെ പല പദ്ധതികളുടെ കാര്യത്തിലും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ തുക വകമാറ്റി ചെലവഴിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്ന പരാതി. അതിലൊന്ന് NHM ആണ്. NHM പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കൃത്യമായി ആശമാർക്ക് നൽകുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ തുക കൃത്യമായി നൽകുന്നില്ലെന്നായിരുന്നു പരാതി ഉയർന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കൃത്യമായി NHM ഫണ്ട് നൽകുന്നുണ്ട്. 2023-24 കാലഘട്ടത്തിൽ NHM ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു
എന്നായിരുന്നു ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. എന്നാൽ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടത്. 2023-24 കാലയളവിലും NHM ഫണ്ട് കൃത്യമായി സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. മറ്റ് പദ്ധതികൾ എടുക്കുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ്. കാരുണ്യ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ കൃത്യമായി തുക കൈമാറുന്നുവെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ആവർത്തിച്ച സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ആരോഗ്യമന്ത്രിക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ നേരത്തെ വാർത്തയായി പുറത്തു വരികയും ചെയ്തതാണ്. ഈ രീതിയിൽ കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി സംസ്ഥാനത്ത് വകമാറ്റുന്നു. അതിനുശേഷം ഈ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു. എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കും കേന്ദ്ര സർക്കാർ കൃത്യമായി തുക നൽകുന്നുണ്ട്. ലൈഫ് പദ്ധതിക്കായാലും കാരുണ്യ പദ്ധതിക്കായാലും NHM ഫണ്ടിലേക്കായാലും കേരള പോലീസിനായാലും തുക കേന്ദ്ര സർക്കാർ കൃത്യമായി കൈമാറുന്നുണ്ട്. എന്നാൽ ഈ തുക വിനിയോഗിച്ചത് എങ്ങനെ, ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകുന്നതിലാണ് ധനവകുപ്പ് ഗുരുതരമായ വീഴ്ച വരുത്തുന്നത്. നേരത്തെ കേന്ദ്രം സംസ്ഥാനത്തിന് വായ്പാ പരിധി വെട്ടിക്കുറച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ കണക്കുകൾ കേരളം നൽകുന്നില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ച് ഈ കണക്കുകൾ ആവശ്യപ്പെട്ടാൽ പോലും അത് നൽകുന്നില്ല. ഇതാണ് ഈ സംസ്ഥാനത്തിന് കൃത്യമായി പണം നൽകാൻ കഴിയാത്തതിന് കാരണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലും ആവർത്തിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി കേരളത്തെ വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ രീതിയിലുള്ള കണക്കുകളും ഈ രീതിയിലുള്ള തെളിവുകളും തന്നെയാണ് തുടർന്നും പുറത്തേക്ക് വരുന്നത്. വയനാട് പോലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് കൈമാറില്ല. ഈ സർട്ടിഫിക്കറ്റുകൾ നൽകിയാലല്ലേ കേന്ദ്രം കൂടുതൽ തുക വീണ്ടും അനുവദിക്കൂ? അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നൽകാതിരിക്കുക, കേന്ദ്രം കൊടുക്കുന്ന പണം എത്രയെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക, ഇനി സർട്ടിഫിക്കറ്റുകൾ കൊടുത്താലേ പണം കിട്ടൂ എന്നിരിക്കെ അത് കൊടുക്കാത്തതിലൂടെ പണം അനുവദിക്കാതിരിക്കട്ടെ, അങ്ങനെ ജനങ്ങളിലേക്ക് വിഷയം പടർത്താം എന്നുകൂടി സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി നിലപാട് സ്വീകരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടും ആ രീതിയിലാണ്. അതായത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല. പക്ഷേ ഹൈക്കോടതിയിലും ഇതേ നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നു. ഈ നൽകുന്ന പണത്തിൻ്റെ കൃത്യമായ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകുന്നില്ല. ആ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ കൂടുതൽ തുക അനുവദിക്കാൻ കഴിയൂ. അത്തരമൊരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരണം ഇത് കൃത്യമായി ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ചെലവഴിച്ചതിൻ്റെ നൽകേണ്ടത് ആവശ്യകതയാണ്. ഇത് സംസ്ഥാനത്തിനും നന്നായി അറിയാം, സംസ്ഥാന ധനവകുപ്പിനും നന്നായി അറിയാം. പക്ഷേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ പണം വകമാറ്റി ചെലവഴിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനത്ത് ഈ തുക മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു. കാരണം ഹൈക്കോടതിയിൽ ഒരു ചോദ്യമായി വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 750 കോടി രൂപയ്ക്കടുത്ത് ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ട സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 750 കോടിയോളം രൂപയുണ്ട്. എന്തുകൊണ്ട് ആ തുക ഉപയോഗിച്ചുകൊണ്ട് വയനാട് മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ഹൈക്കോടതിക്ക് പോലും ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അതിൽ അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ല, സംസ്ഥാനത്തിൻ്റെ കൈവശം പണമില്ല, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ അർഹരായവർക്ക് നൽകുന്ന തുക പോലും വകമാറ്റി ഇങ്ങനെ സംസ്ഥാനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. പല വകുപ്പുകളും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ പണം വകമാറ്റി ചെലവഴിക്കുകയും പിന്നീട് ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയ പ്രതിസന്ധി വകുപ്പുകൾ നേരിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെയും നിരവധി തവണ കത്തുകൾ വകുപ്പ് മേധാവികൾ സംസ്ഥാന സർക്കാരിന് നൽകിയതാണ്. പക്ഷേ അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകാതെ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. കൃഷ്ണരാജ്, രാജീവ്, ഒരു കാര്യം കൂടി സിമ്പിളായി പറഞ്ഞാൽ, കണക്കുകൾ കൊടുക്കാത്തിടത്തോളം കൂടുതൽ തുക ഇങ്ങോട്ട് വരില്ല എന്നൊരു സന്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് തുടരെ കിട്ടുന്നുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. നേരത്തെ സുപ്രീം കോടതിയിലും ഇക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാതെ കേരളമല്ല ഏത് സംസ്ഥാനമായാലും കൂടുതൽ തുക അനുവദിക്കാൻ കഴിയില്ല. കാരണം നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക ഏത് രീതിയിൽ ചെലവഴിച്ചു, ഓരോ പദ്ധതിക്കനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പണം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിക്ക് തന്നെയാണോ ഈ തുക ചെലവഴിച്ചത് എന്നതിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റാണ് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്. ആ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് അടുത്ത തുക, അതായത് സംസ്ഥാനം വീണ്ടും ആവശ്യപ്പെടുന്ന തുക സംസ്ഥാനത്തിന് അനുവദിക്കുക. അത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ രീതി തന്നെയാണ് തുടരുന്നത്. പക്ഷേ കേരളം മാത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കണക്കുകൾ നൽകാതെ ഒളിച്ചുകളി തുറന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി നൽകുന്നുണ്ട്. കേരളത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരുന്നത്.
വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം നൽകിയില്ല എന്ന വാർത്തയാണ് ജനം ടി വി ബ്രേക്ക് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. യെസ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ഇതുവരെ കേരളം നൽകിയിട്ടില്ല, എന്നിട്ടാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് കേരളം കരയുന്നത്, അല്ലേ? എന്താ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. രാജീവ്, തുടരൂ. കൃഷ്ണരാജ്, ഏതായാലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ കത്ത് നൽകിയിട്ട് പോലും സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കേന്ദ്ര സഹായം സംസ്ഥാനത്തിന് ലഭിക്കുന്നതിൽ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ആവോളം പണം തരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും കണക്കില്ല. അതാണ് സംസ്ഥാനത്തിൻ്റെ രീതി. എന്താണ് പ്രതികരണം? രാജീവ്, പറയൂ. കൃഷ്ണരാജ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സുപ്രീം കോടതി ഉൾപ്പെടെ സമീപിച്ചു സംസ്ഥാന സർക്കാർ. അതായത് കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചു. മാത്രമല്ല പല പദ്ധതികൾക്കും പണം നൽകുന്നില്ല എന്നായിരുന്നു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെയാണ് കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ നൽകിയത്. സംസ്ഥാനത്തിന് പണം നൽകുന്നുണ്ട്. ആ പണം ചെലവഴിച്ചതിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതാണ് ഒരു പ്രധാന പ്രശ്നമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കൂടുതൽ പണം അനുവദിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ പണം ലഭിക്കുന്നില്ല എങ്കിൽ അതിന് ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ നൽകിയതിൻ്റെ രേഖകൾ കൂടി ഹാജരാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇത് ഒരു വകുപ്പിൻ്റെ കാര്യം മാത്രമല്ല, പല വകുപ്പുകളിലും നടക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും NHMൻ്റെ കാര്യത്തിലാണെങ്കിലും കാരുണ്യ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഈ കേന്ദ്ര പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക, ഈ കേന്ദ്ര പദ്ധതികളുടെ പണം എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ നടത്തുക. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു വശത്ത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സായാലും മുഖാമുഖമായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും ഒക്കെ അച്ചടിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. ഇപ്പോൾ ഏകദേശം 22 കോടി രൂപയാണ് വാർഷികം ആഘോഷിക്കാൻ വേണ്ടി, 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ഈ വയനാട് ദുരന്തം നേരിടുന്നതിനുൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക പോലും വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് സർക്കാർ ഒളിച്ചുകളി നടത്തുന്നത്. കൃഷ്ണരാജ്, രാജീവ്, ഈ കള്ളക്കണക്കിൻ്റെ കൂടാരമായി സംസ്ഥാന സർക്കാർ മാറുന്നു. അല്ലെങ്കിൽ കൃത്യമായ കണക്കിൻ്റെ വിവരങ്ങളില്ലാതെ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്. അപ്പോൾ ഒരു വശത്ത് ധൂർത്ത്, മറുവശത്ത് കണക്കില്ലായ്മ. അതായത് എല്ലാ അർത്ഥത്തിലും ധനവിനിയോഗത്തിൽ അപ്പാടെ പാളിപ്പോയ ഒരു സംവിധാനമോ നിലവിൽ കേരളത്തിൽ? അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങിയതിനു ശേഷവും കേന്ദ്ര സർക്കാരിനെ പഴിചാരി മുന്നോട്ട് പോകാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഇങ്ങനെ രാജീവ്, BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ഒപ്പം ചേരുന്നു. ശ്രീ പ്രശാന്ത് മലവയൽ, ഈ വയനാടുകാരുടെ ആശങ്ക എത്രമാത്രം എന്നറിയാം. 1-2 ദിവസം തുടരെ മഴ പെയ്താൽ എത്രമാത്രം പ്രതിസന്ധിയിലാണ് വയനാട്ടുകാർ എന്നും അറിയാം. വയനാടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ കേട്ട വേദനിപ്പിക്കുന്ന വാർത്തകൾക്ക് അധിക കാലമായിട്ടുമില്ല. ഇപ്പോഴും ആ പാവങ്ങൾക്ക് പുനരധിവാസത്തിന് കൃത്യമായൊരു ഇടം കൊടുക്കാതെ, അവർക്ക് വാടക പോലും നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാർ എന്നറിയാം. ഇതിപ്പോൾ കേന്ദ്രം പണം കൊടുത്തു, സർക്കാരിൻ്റെ കയ്യിൽ കണക്കില്ല. പിന്നെങ്ങനെയാണ് കൂടുതൽ പണം കിട്ടുക എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ ഇവിടെ? കേട്ടും സംസ്ഥാന സർക്കാരിന് പണം മാത്രമാണ് ആവശ്യം. അവരെ സംബന്ധിച്ച് അവർക്ക് പുനരധിവാസമോ ഇവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥയോ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളോ അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല.
ഈ ദുരന്തം നടന്നത് മുതൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഒന്ന്, പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നു, ഇങ്ങനെ സകല ആളുകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നു. അത് കൂടാതെ കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നില്ല എന്നുള്ള ആവർത്തിച്ച് എല്ലാ ഇതിലും അവർ കേന്ദ്രത്തിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരവും മറ്റ് സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പൊതുജനങ്ങൾ തന്നെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക്, ഞാൻ വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ തന്നെ വളരെ കൃത്യമായി പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പൊതുജനങ്ങൾ ആ ഒരു 1.5 മാസം കൊണ്ട് തന്നെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു രൂപ പോലും അതിൽ നിന്ന് തൊട്ടിട്ടില്ല. ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ കണക്കുകളും വരാനിരിക്കുന്നേ ഉള്ളൂ. തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഈ മേഖലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി തൊട്ടിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്ക് പറയുന്നതെങ്കിൽ അതും വകമാറ്റി ചെലവഴിച്ചു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവിടെ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്ന കേന്ദ്ര സർക്കാർ പറയുന്ന പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളും. ഒരു തരത്തിലുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം എടുത്ത് വിനിയോഗിക്കുക, അതെല്ലാ മേഖലയിലും ഇവർ ചെലവഴിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ തൊഴിലുറപ്പിലായാലും ജൽജീവൻ മിഷനിലായാലും ഇങ്ങനെ തുടങ്ങി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ മുഴുവൻ ഇവർ കാണിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഈ ദുരന്ത മേഖലയിലൂടെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കൊടുക്കുന്ന പണം എടുത്ത് ചെലവഴിക്കുക, വകമാറ്റി ചെലവഴിക്കുക, വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്കും കൊടുക്കാതിരിക്കുക. കണക്ക് കൊടുക്കാതിരിക്കുന്നിടത്തോളം ഇത് നീണ്ടു പോകുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ എല്ലാ കാലത്തും ഇത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുക, ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ സംസ്ഥാന സർക്കാർ. ഉറ്റവരെ, മക്കളെ, കൂടപ്പിറപ്പുകളെ, അച്ഛനമ്മമാരെ ഒക്കെ നഷ്ടപ്പെട്ട എത്ര പാവങ്ങളാണ് അവിടെ ഉള്ളത്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവരുണ്ടാക്കി വെച്ചതൊക്കെയും നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, സ്വർണം നഷ്ടപ്പെട്ടു. എത്രയെത്ര കഥകളാണ് വയനാട് ദുരന്തകാലത്ത് പുറത്തു വന്നത്. അങ്ങനെയുള്ള പാവങ്ങളെ പറ്റിക്കുകയാണോ? തീർച്ചയായിട്ടും 100% പറ്റിക്കലാണല്ലോ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പണം 1.5 മാസം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു 100 കോടി എടുത്താൽ ഇന്ന് ഈ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പണം മുഴുവൻ ഇറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്, വകമാറ്റി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെ കണക്കും കമ്പിയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ ആവർത്തിച്ച് പറയുന്നു, ഈ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു സൗകര്യവും ഒരുക്കാതെ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പുനരുജ്ജീവനത്തിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നില്ല എന്നത് അപ്പുറത്ത് ഈ ടെമ്പററി ആയിട്ടുള്ള പുനരധിവാസത്തിൽ പോലും അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു, വൈദ്യുതിക്ക് ബുദ്ധിമുട്ടുന്നു, അവർക്ക് മാസ വാടക കൃത്യമായി കൊടുക്കുന്നില്ല, സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പണം, അവർക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നില്ല, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു, തുടർ ചികിത്സാ പ്രയാസങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ കാണാതായവരുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ പോലും ഇപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇന്നൊരു ചൂരൽ മലക്കാരൻ ബിജോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ എന്റെ ഓഫീസിൽ എന്നെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും പെങ്ങളും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയതാണ്. അമ്മയുടെ മൃതദേഹം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പെങ്ങളുടെ ദുരിതാശ്വാസ ആനുകൂല്യം അവരുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഈ അച്ഛന്റെയും അമ്മയും ഏക ആശ്രയമായിട്ടുള്ള ഈ പയ്യന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് വരെ അതിന്റെ ദുരിതാശ്വാസ ഫണ്ട് കയറിയിട്ടില്ല. പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇന്ന് കളക്ടറേറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ഇന്ന് അവിടെ, ബിജോയ് എന്ന് പറഞ്ഞ്, ഞാൻ പേരടക്കമാണ് പറയുന്നത്, ആ പയ്യൻ ഇന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഈ നാട്ടിലെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഉദ്യോഗസ്ഥന്മാർ തോന്നുന്നത് പോലെ കാണിക്കുന്നു, സംസ്ഥാന സർക്കാർ തോന്നുന്നത് പോലെ കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ശരി, അതാണ്. ഒരു വശത്ത് ധൂർത്താണ്, മറുവശത്ത് വകമാറ്റൽ. അപ്പാടെ പൊതുജനങ്ങളെ, സാധാരണക്കാരെ, അർഹതപ്പെട്ടവരെ അവഗണിക്കുന്നു സർക്കാർ. തീർച്ചയായിട്ടും അത് തന്നെ ഇതിൽ പറയാനുള്ളൂ. അർഹതപ്പെട്ടവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ.
യഥാർത്ഥത്തിൽ ഗുണം മുഴുവൻ സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഒരു ഇതുപോലെ ദുരന്തം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു 4 ദിവസങ്ങൾ തുടർച്ചയായി മഴ പെയ്തപ്പോൾ തന്നെ കേരളത്തിന്റെ അവസ്ഥ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കറണ്ടില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു സംവിധാനവുമില്ല. 2018 മുതൽ തുടർച്ചയായിട്ടുള്ള പ്രളയവും ഇതുപോലെ പ്രകൃതി ദോഷങ്ങളുമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ എന്ത് മുൻകരുതലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ആകെ രാവിലെ എണീറ്റാൽ ഒരു റെഡ് അലേർട്ട് ഉണ്ടാക്കുന്നു, അതാണ് ഒരു മുൻകരുതൽ. മറ്റത് ചില ജില്ലാ കളക്ടർമാർ എണീറ്റ പാടെ തന്നെ പ്രഖ്യാപിക്കുന്നു സ്കൂളില്ല. ഈ ഒരു 2 മുൻകരുതലല്ലാതെ മറ്റെന്ത് മുൻകരുതലാണ് സംസ്ഥാന സർക്കാർക്ക് ഒരു 4-5 വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഇതുപോലെ ദുരന്തം ഉണ്ടാകട്ടെ, അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാരിലേക്ക് വരട്ടെ, അതുകൊണ്ട് ഇലക്ഷനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ഇതൊരു വലിയ വിഷയമാണല്ലോ. അതായത് അങ്ങ് വയനാട് ജില്ലയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുമാണ്. ഇപ്പോൾ ഒരാളുമായി കളക്ടറേറ്റിലേക്ക് പോകാനിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. അതായത് ധനം വിനിയോഗിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, ആ പണം എവിടെ പോയി, എന്തുകൊണ്ട് ഈ സാധാരണക്കാരായ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് എത്തുന്നില്ല? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് BJP ഇനി എന്തു ചെയ്യും? ഞാൻ മിനിഞ്ഞാന്ന് തന്നെ ഈ പയ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇതിന്റെ തുടർ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ പോലും പലരും ഇന്നും ഉൾപ്പെട്ടിട്ടില്ല. ആളുകൾ തുരതുരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ദുരവസ്ഥ അത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് വരെ ആത്മാർത്ഥമായിട്ടുള്ള ഈ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള സമരത്തിന്, തുടർ പ്രക്ഷോഭങ്ങൾക്ക് അടിയന്തരമായി BJP നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, വളരെ നന്ദി. BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിൽ പ്രതികരിച്ചതിന്. നിങ്ങൾ പ്രക്ഷോഭത്തിനൊരുങ്ങൂ, ഉറപ്പായും അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ, സർക്കാരിനത് ബോധ്യപ്പെടട്ടെ. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇനിയും നൽകിയിട്ടില്ല. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി രാജീവ് വീണ്ടും ചേരുന്നുണ്ട്. രാജീവ്, ഈ മുഖ്യമന്ത്രിയുടെ തല ഫുൾ ഫിഗർ വയ്ക്കാൻ ലക്ഷങ്ങൾ, കോടികൾ, പല പേരിട്ട് പല പരിപാടികൾ, ധൂർത്തിന് വേണ്ടി പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കാൻ, അങ്ങനെ പല ആരോപണങ്ങൾ രാഷ്ട്രീയ ഉപരിതലത്തിൽ സജീവമായി നിൽക്കുന്ന കാലത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വയനാട് അനുഭവിച്ച ദുരിതം എത്രമാത്രമെന്ന്, അതിൻ്റെ ആഴം എത്രയെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു ഈ സർക്കാർ. ഒന്നിനും കണക്കില്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാനം ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ്? കൃഷ്ണരാജ്, നേരത്തെ BJPയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഈ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയ തുക ഈ ദുരിതബാധിതർക്ക് ലഭിച്ചിട്ടില്ല, അത് വകം മാറ്റി ചെലവഴിച്ചു എന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ചില തെളിവുകളാണ് അദ്ദേഹം നേരത്തെ നമ്മളുമായി പങ്കുവെച്ചത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ദുരന്തബാധിതരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അതേസമയം തന്നെ ഈ തുക മറ്റു കാര്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്, ധനവകുപ്പ് എത്തിയത്. അത് എന്തിനൊക്കെ വകമാറ്റി ചെലവഴിച്ചു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വയനാട് ദുരന്തമുണ്ടായി കേന്ദ്ര സർക്കാർ 145 കോടി രൂപ കൈമാറിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ക്ഷണക്കത്തുകളും അതുപോലെ തന്നെ ബ്രോഷറുകളും അച്ചടിച്ചതിനായി 10 കോടി രൂപ സിയാപ്റ്റിന് കൈമാറിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അതായത് ദുരന്തമുണ്ടായി 4 ദിവസത്തിനകം ഈ തുക 10 കോടി രൂപ സിയാപ്റ്റിന് കൈമാറിക്കൊണ്ട് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നവകേരള സദസ്സിനായി ബ്രോഷറുകളും മുഖ്യമന്ത്രിയുടെ പേരിൽ ക്ഷണക്കത്തുകളും അച്ചടിച്ചതിനാണ്. അത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഈ ക്ഷണക്കത്തുകളും ബ്രോഷറുകളുമൊക്കെ അച്ചടിച്ചതിന് 10 കോടി രൂപ ചെലവാക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി 22 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം തുകയും മാറ്റിവെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡുകൾ അച്ചടിച്ചുകൊണ്ട് അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കുന്നതിനാണ്, ജില്ലാ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നല്ലൊരു ശതമാനം തുകയും. ഇപ്പോൾ BJP നേതാവ് നവ്യ ഹരിദാസ് ഒപ്പം ചേരുന്നുണ്ട്. നവ്യ ഹരിദാസ്, വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇനിയും നൽകിയിട്ടില്ല. തുക എന്തിനൊക്കെ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കാത്തത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. എന്താണ് ആദ്യ പ്രതികരണം? അതായത്
കേന്ദ്ര സർക്കാരിന്റെ ധനവിനിയോഗം നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായിരുന്ന സമയത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതുവരെ ഇവിടെ ഈ സംസ്ഥാനത്തിന് അനുവദിച്ച തുക അത് ഏത് ഹെഡിലാണ് ചിലവഴിച്ചത് എന്ന ഒരു ലെറ്റർ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു കത്ത് അയച്ചിരുന്നെങ്കിലും അതിനുള്ള മറുപടി കൊടുക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് മറ്റൊരു നോട്ടീസായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോയിട്ടുള്ളത്. ഒരു തുക ചിലവഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഏത് തരത്തിലാണ് വിനിയോഗിച്ചത് എന്ന് പറയാനുള്ള ഇതിന് സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. അത് കൊടുക്കാൻ സാധിക്കാത്തത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കണക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്തത്. നമുക്കറിയാം, ഒരു ശവസംസ്കാരം നടത്തുന്നതിന് വരെ ഭീമമായ തുകയാണ് അന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല ഹെഡുകളിൽ ഉപയോഗിക്കാനുള്ള തുകയായിരുന്നു. പെട്രോൾ അടിച്ചതിനടക്കമുള്ള തുക എത്രയാണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും ഈ സംസ്ഥാനം ബാധ്യസ്ഥരാണ്. അത് നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണ്. വീഴ്ച എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നൽകിയാൽ മാത്രമേ തുടർന്നുള്ള തുക ബാക്കിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന തുക കേന്ദ്രം നൽകാൻ തയ്യാറാണ്. പക്ഷേ ഇതിലൊരു വീഴ്ച വരുത്തുന്ന പക്ഷം ഈ ഒരു സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നവ്യ ഒരു ജനപ്രതിനിധിയായിരുന്നു. അതിനുശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഏറ്റവും കൂടുതൽ സമയം ഇറങ്ങിച്ചെന്ന ആളാണ്. വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് വയനാടിൻ്റെ സാഹചര്യമെന്ന് വളരെ അടുത്ത് തിരിച്ചറിഞ്ഞ ആളാണ്. അതിനുശേഷം ഒരുപാട് പരാതികൾ, ഒരുപാട് ആവലാതികൾ നവ്യയുടെ അടുത്തെത്തിയിട്ടുണ്ടാകും. ഇപ്പോഴും അത് തുടരുന്നുമുണ്ടാകും. എന്താണ് വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ? വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ പുനരധിവാസം, റോഡുകളുടെ നവീകരണം, ആശുപത്രികള്, വിദ്യാലയങ്ങള്, പാലങ്ങള് തുടങ്ങി നിരവധിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ 831 കോടി രൂപ ഈ സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്ത പശ്ചാത്തലത്തിലും ആ തുക വിനിയോഗിക്കാനോ ഈ പ്രളയത്തില് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇന്ന് വരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇലക്ഷന്റെ സമയത്ത് നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ ഉള്ള കരിനീക്കങ്ങളുമായിട്ട് അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള നിലപാടുമായിട്ടാണ് അന്ന് പിണറായി വിജയൻ സർക്കാർ മുൻപോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ആ സമയത്തും നമുക്കറിയാം, ആ തുക ലഭിച്ചതിന് ശേഷവും അത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ് സംസ്ഥാന സർക്കാർ. അത് നേരിട്ട് അനുഭവിക്കുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങളാണ്. ഈ ദുരന്തം മാത്രമല്ല, മേപ്പാടി ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിന് മുൻപ് പുത്തുമലയിൽ മുൻപുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ അന്ന് വീട് നഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് പോലും ഇന്ന് വരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പുനരധിവാസം ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ശരി, നന്ദി നവ്യ ഹരിദാസ്. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇതുവരെ നൽകിയിട്ടില്ല. എന്തിനു ചെലവഴിച്ചുവെന്ന് ഇതുവരെ ഒരു അറിവും കേന്ദ്രത്തിന് ലഭിച്ചിട്ടുമില്ല. ഒടുവിൽ കേന്ദ്രം ഇടപെടുന്നു. ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. എവിടെ സർട്ടിഫിക്കറ്റ്, എന്തിന് പണം വിനിയോഗിച്ചു, എല്ലാം പറയൂ എന്ന് കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നു. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആർ രാജീവ്.